വാം വെൽക്കം എവരി വൺ. ഇന്നത്തെ ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിലെ ട്രാൻസ്മിഷൻ ലൈൻസിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ദ 3 regions ഷോൺ ഇൻ ഫിഗർ ഓൾ ലോസ്ലെസ് ആൻഡ് നോൺ മാഗ്നറ്റിക്. ഫൈൻഡ് ഇൻട്രിൻസിക് ഇംപെഡൻസ് ഇൻ മീഡിയം 2 and 3. D such that medium 2 acts as a quarter wave transformer. 3. Voltage reflection coefficient and standing wave ratio at the interface of the mediums 1 and 2 when D equal to lambda by 4. Right. So 3 regions ഇവിടെ ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും പെർമിറ്റിവിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. മീഡിയം 1-ൽ നിന്ന് മീഡിയം 1-ൽ ഒരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിത്ത് 1 GHz ഫ്രീക്വൻസി മീഡിയം 2-ൽ ഇൻ്റർഫേസ് ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് വേവ് ഇംപെഡൻസ് ഇൻ മീഡിയം 2 and 3 ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. വേവ് ഇംപെഡൻസിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഈറ്റ ഈക്വൽ ടു √of μ0 μr ε0 ε r. √of μ0 by ε0 എന്ന് പറയുന്നത് ഫ്രീ സ്പേസിൻ്റെ വേവ് ഇംപെഡൻസ് ആണ്. അത് 120 π ആണ്. ഇനി √of μr എന്ന് പറഞ്ഞാൽ ഇവിടെ നോൺ മാഗ്നറ്റിക് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അത് 1 ആണ്. സോ ഡിവൈഡഡ് ബൈ √ε r എന്ന് വരും. ദാറ്റ് മീൻസ് √of 4 എന്ന് വരും. ദാറ്റ് ഈസ് √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 120 π by 2 എന്ന് പറയുമ്പോൾ 60 π ആയിട്ട് നമുക്ക് മീഡിയം 2-ൻ്റെ ഇൻട്രിൻസിക് ഇംപെഡൻസ് ഒബ്റ്റെയിൻ ചെയ്യും. സിമിലർലി മീഡിയം 3-ൻ്റെതും ഇതേ കണക്ക് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അത് 120 π ഡിവൈഡഡ് ബൈ √9 ദാറ്റ് ഈസ് 3. സോ അത് 40 π ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സെക്കൻഡ് പോർഷനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്ന ഡി distance D such that medium 2 acts as a quarter wave transformer. So D ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോമർ എന്നാണ്. D ഈക്വൽ ടു ലാംഡ ബൈ 4 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ D എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ നമ്മൾ വേവ് ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ D കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്. ഇനി വേവ് ലെന്ത് എന്ന് പറയുന്ന വെലോസിറ്റി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെന്ത് ആണ്. സോ ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡിയും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയും. റൈറ്റ്. വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ വെലോസിറ്റി ഈക്വൽ ടു 1/√of μ0 μr ε0 ε r ആണ്. ദാറ്റ് ഈസ് 1/√of μ0 ε0 ഇൻറ്റു √of μr ε r. റൈറ്റ്. ദാറ്റ് ഈസ് 1/√of μ0 ε0 എന്ന് പറഞ്ഞാൽ സി ആണ്. സി ഡിവൈഡഡ് ബൈ μr ഇവിടെ എല്ലാ കേസുകളിലും നോൺ മാഗ്നറ്റിക് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് 1 ആണ്. സോ √ε0 ആയിട്ട് വരും വെലോസിറ്റി. റൈറ്റ്. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് മീഡിയം ഈക്വൽ ടു സി ഈസ് 3 × 10⁸. റൈറ്റ്. 3 × 10⁸ m/s ഡിവൈഡഡ് ബൈ √4 ദാറ്റ് ഈസ് 2. സോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 1.5 × 10⁸ m/s ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേവ് ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വെലോസിറ്റി ബൈ ഫ്രീക്വൻസി. വെലോസിറ്റി ഇപ്പം 1.5 × 10⁸ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. ഫ്രീക്വൻസി 1 GHz എന്ന് പറയുന്നുണ്ട്. സോ 1 × 10⁹ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15 meters ആയിട്ട് നമുക്ക് വേവ് ലെന്ത് ഒബ്റ്റെയിൻ ചെയ്തു. സോ നമുക്ക് ഡി അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ഈക്വൽ ടു ലാംഡ ബൈ 4 ആണ്. 0.15 മീറ്റർ എന്ന് പറഞ്ഞാൽ 150 സെൻറ്റിമീറ്റർ ആണ്. സോ 15 സെൻറ്റിമീറ്റർ ആണ്. 15/4 ആണ്. 15/4 എന്ന് പറയുമ്പോൾ 3.75 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. 3.75 സെൻറ്റിമീറ്റേഴ്സ് ഡി. നെക്സ്റ്റ് തേർഡ് പാർട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഫിഷ്യൻറ്റും സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ആണ്. അറ്റ് ദ ഇൻ്റർഫേസ് ഓഫ് ദ മീഡിയംസ് 1 and 2. 1 and 2-ൻ്റെ ഇൻ്റർഫേസ് വരുന്ന ഈ മീഡിയത്തിൽ ഈ പറയുന്ന ഗാമയും എസ്സും ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. പ്രൊവൈഡഡ് ഡി എന്ന് പറയുന്ന ലാംഡ ബൈ 4 ആയിട്ട് അസ്യൂം ചെയ്യാനും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമുക്കറിയാം വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഫിഷ്യൻ്റ് ആണെങ്കിലും സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ആണെങ്കിലും കറസ്പോണ്ടിംഗ്ലി ഇത് Z ഈക്വൽ ടു 0 ആയിട്ട് അസ്യൂം ചെയ്ത് ഈ പോയിന്റിൽ നിന്ന് മാറിയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് ഈ മീഡിയം ആയിരിക്കും. റൈറ്റ്.
സോ ആ ട്രാൻസ്മിഷൻ മീഡിയം എടുക്കുമ്പം ഇതിൻ്റെ ഇമ്പിഡൻസ്, അതായത് ഈ മീഡിയത്തിൻ്റെ ഇമ്പിഡൻസ് ആണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആയിട്ട് വരുന്നത്. ഈ മീഡിയത്തിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ETA2, ഇൻട്രൻസിക് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ETA2 ആണ്. ദാറ്റ് മീൻസ് Z0 നമ്മൾ തേർഡ് വൺ ഇവാലുവേറ്റ് ചെയ്യുമ്പം Z0 എന്ന് പറയുന്നത് ETA2 ആണ്. സിമിലർലി ലോഡ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഈ പോർഷനിൽ വരുന്ന ഇമ്പിഡൻസ് ആണ്, അതായത് തേർഡ് മീഡിയത്തിൻ്റെ ഇമ്പിഡൻസ് ആയിട്ട് വരും. റൈറ്റ്. ഇനി ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഇതൊരു ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോമറായിട്ട് വർക്ക് ചെയ്യുമ്പം നമ്മൾ പലതവണ ഡെറൈവ് ചെയ്തിട്ടുള്ളതാണ്. Z ഇൻപുട്ട് ഈക്വൽ ടു Z0 സ്ക്വയർ ബൈ ZL ആണ്. ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് സ്ക്വയർ ബൈ ലോഡ് ഇമ്പിഡൻസ് ആണ്. ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ഇവിടെ ETA2 ആണ്. റൈറ്റ്. ETA2 സ്ക്വയർ ബൈ ETA3 ആണ്. ETA2 നമ്മൾ നേരത്തെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. 60π ഇൻറ്റു 60π ഡിവൈഡഡ് ബൈ ETA3. ETA3 എന്ന് പറയുന്നത് 40π ആണ്. സോ പൈയും ക്യാൻസൽ ആവുന്നു. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്നത് 90π ഓമായിട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ് ഒപ്റ്റെയിൻ ചെയ്തു. സോ നമുക്ക് ഇപ്പോൾ ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് Z ഇൻപുട്ട് ഈക്വൽ ടു 90π ഓം എന്നാണ് ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു പോർഷനിൽ, അതായത് മീഡിയം 1 ഉം 2 മീറ്റ് ചെയ്യുന്നിടത്ത് ഇൻ്റർഫേസിൻ്റെ ഇമ്പിഡൻസ് ആണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ്. നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റും സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ അറ്റ് ദി ഇൻ്റർഫേസ് ഓഫ് ദിസ് മീഡിയം 1 and 2. സോ ഈ ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ ഈ ഇൻ്റർഫേസിൽ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റും സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന. വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എക്സ്പ്രഷൻ അറിയാം. ZL മൈനസ് Z0 ബൈ ZL പ്ലസ് Z0. സോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. റൈറ്റ്. ഈ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ZL ഈ മീഡിയത്തിൻ്റെ ലോഡ് ഇമ്പിഡൻസ് ആയിട്ട് വരുന്നത്. സോ ZL എന്ന് പറയുന്നത് 90π ആയിരിക്കും. റൈറ്റ്. 90π ഓം ആയിരിക്കും. ഇനി വേണ്ടത് Z0 ആണ്. Z0 എന്ന് പറയുന്നത് ഈ മീഡിയത്തിൻ്റെ, അതായത് മീഡിയം 1ൻ്റെ ഇമ്പിഡൻസ് ആണ്. 1ൻ്റെ ഇമ്പിഡൻസ് ആണ്. റൈറ്റ്. സോ അത് വേറൊന്നുമല്ല, ETA1 ആണ്. നേരത്തെ നമ്മൾ ഡെറൈവ് ചെയ്ത എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. 120π ഡിവൈഡഡ് ബൈ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അത് 1 ആണ്. സോ 120π ആയിട്ട് തന്നെ നമുക്ക് അത് ഒബ്റ്റെയിൻ ചെയ്തു. അതിൽ നിന്ന് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 90π മൈനസ് 120π ഡിവൈഡഡ് ബൈ അതിൻ്റെ രണ്ടിൻ്റെ സമ്മേഷൻ 90π പ്ലസ് 120π, ദാറ്റ് ഈസ് 210π. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം -30/210 എന്ന് കിട്ടും. അതായത് -1/7 ആണ് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ S ഈക്വൽ ടു 1 പ്ലസ് മോഡ് ടോ ബൈ 1 മൈനസ് മോഡ് ടോ ആണ്. സോ ദാറ്റ് ഈസ് S ഈക്വൽ ടു മോഡ് ടോ എന്ന് പറയുന്ന 1/7 ആയിട്ട് വരും. സോ 1 പ്ലസ് 1/7 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/7. സോ നമുക്ക് ആൻസർ S ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത് S ഈക്വൽ ടു 8/6 അല്ലെങ്കിൽ 4/3 ആയിട്ട് നമുക്ക് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. So second question, what are the values of load impedances if a purely resistive load when connected to a lossless 75 ohm line produces a standing wave ratio of 3 on the line? So ഈ ക്വസ്റ്റ്യൻ പറയുന്നത് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ, വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ 3 ആയിട്ട് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം പറയുന്നു റെസിസ്റ്റീവ് ലോഡാണ്, കണക്ട് ചെയ്തിരിക്കുന്നത് 75 ഓം ലൈനിലും ആണെന്നാണ്. സോ 75 ഓം ലൈൻ എന്ന് പറയുമ്പോൾ Z0 ഈക്വൽ ടു 75 ഓം ആണ്. സിമിലർലി സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ 3 ആയിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോഡ് ഇമ്പിഡൻസസിൻ്റെ വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. റൈറ്റ്. അത് പ്യുവർലി റെസിസ്റ്റീവ് ലോഡ് ആയിരിക്കുന്നു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ZL പ്യുവർലി റെസിസ്റ്റീവ് ആണ്. അങ്ങനെയുള്ള ഏതൊക്കെ വാല്യൂസ് ഓഫ് ലോഡ് ഇമ്പിഡൻസസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഫോർ S ഈക്വൽ ടു 3 ആൻഡ് Z0 ഈക്വൽ ടു 75 ഓം. നമുക്കറിയാവുന്നത് എസിൻ്റെ എക്സ്പ്രഷനാണ്. S ഈക്വൽ ടു 1 പ്ലസ് ഗാമ മോഡ് ഗാമ ബൈ 1 മൈനസ് മോഡ് ഗാമ. റൈറ്റ്. ഈ ഗാമയുടെ വാല്യൂ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ഗാമ ഈക്വൽ ടു ZL മൈനസ് Z0 ബൈ ZL പ്ലസ് Z0 ആണ്. റൈറ്റ്. സോ ZL അതായത് ലോഡ് ഇമ്പിഡൻസ് ഗ്രേറ്റർ ദാൻ Z0 ആകുമ്പം നമുക്ക് കിട്ടുന്നത് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ZL ലെസ് ദാൻ Z0 ആകുമ്പം നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ ഈ രണ്ട് വാല്യൂസാണ് നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. റൈറ്റ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മോഡ് ഗാമയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. S ഈക്വൽ ടു 3 ആണ്. സോ 3 മൈനസ് 3 മോഡ് ഗാമ ഈക്വൽ ടു 1 പ്ലസ് മോഡ് ഗാമ, ദാറ്റ് ഈസ് 3 മൈനസ് 1 ഈസ് 2. 2 ഈക്വൽ ടു 4 മോഡ് ഗാമ ഓർ
വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു 1/2 റൈറ്റ്. അപ്പോൾ രണ്ട് കേസസാണ് ഇവിടെ വരുന്നത്. ഗാമ ഈക്വൽ ടു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗാമ ഈക്വൽ ടു +1/2 ആവുന്ന കേസ് നമുക്ക് എടുക്കാം റൈറ്റ്. ദാറ്റ് ഈസ് ഗാമ +1/2 എന്ന് പറയുമ്പം 1/2 ഈക്വൽ ടു ZL മൈനസ് Z0 ഇവിടെ തരുന്നുണ്ട് 75 ബൈ ZL +75. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു ZLൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ZL +75 ഈക്വൽ ടു ZL 2 × ZL മൈനസ് 150. അതിൽ നിന്ന് ZL റൈറ്റ് 2ZL മൈനസ് ZL ഈക്വൽ ടു 225 റൈറ്റ്. ഒരു വാല്യൂ നമുക്ക് കിട്ടി ZL ഈക്വൽ ടു 225 ഓം ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. സിമിലർലി നമുക്ക് സെക്കൻഡ് കേസ് ചെയ്യാം. സെക്കൻഡ് കേസിൽ ഗാമയുടെ വാല്യൂ -1/2 അതായത് ZL ലെസ്സർ ദാൻ Z0 റൈറ്റ്. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -1/2 ഈക്വൽ ടു ZL -75 ബൈ ZL +75. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. -ZL -75 ഈക്വൽ ടു 2ZL -150. ദാറ്റ് ഈസ് ഇവിടെ ഒരു -ZL ഇങ്ങോട്ടെത്താണ് 3ZL ഈക്വൽ ടു 75 ഓർ ZL ഈക്വൽ ടു 25 ഓം. സോ ZLൻ്റെ രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് 225 ഓമും 25 ഓമുമായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും റൈറ്റ്. സോ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിൽ ഒരു വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ഇൻ എ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ഈക്വൽ ടു 50 ഓം ആൻഡ് എ റെസിസ്റ്റീവ് ലോഡ് ഈസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലോഡ് ഇംപെഡൻസ് ആൻഡ് ഗാമ ദാറ്റ് ഈസ് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് റൈറ്റ്. സോ ഒരു സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ തന്നിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് വേവ് പാറ്റേണിൽ നിന്ന് Vmax ബൈ Vmin നമുക്ക് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ കിട്ടും. ദാറ്റ് ഈസ് 4/1. സോ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ന് പറയുന്നത് 4 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. ഇനി ഇതിൽ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് ലോഡ് ഇംപെഡൻസ് ആണ്. ZLഉം ഗാമയുമാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. എസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി തന്നെ ഗാമ നോട്ട് ചെയ്യാൻ പറ്റും. S ഈക്വൽ ടു 1 + ഗാമ മോഡ് ഗാമ ബൈ 1 - മോഡ് ഗാമയാണ് റൈറ്റ്. ഇവിടെ ലോഡ് സൈഡിൽ വോൾട്ടേജ് മിനിമമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഗാമയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ 1 - ഗാമ ബൈ 1 - അതായത് 1 + ഗാമ ആയിട്ട് ഇത് മാറും റൈറ്റ്. ദാറ്റ് ഈസ് എസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത 4 ആണ്. അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ആണ്. 4 + 4 ഗാമ ഈക്വൽ ടു 1 - ഗാമ or 4 - 1 is 3. 3 equal to -5 gamma right. That is voltage reflection coefficient equal to -3/5 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു റൈറ്റ്. അപ്പോൾ ഗാമ നമുക്ക് ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ZL ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. ഗാമയും ZLഉം റിലേറ്റ് ചെയ്യുന്നത് ഗാമ ഈക്വൽ ടു ZL -Z0 ബൈ ZL + Z0 ആണ്. അഗെയിൻ -3/5 ഈക്വൽ ടു ZL -Z0 ഈ ക്വസ്റ്റിന് തരുന്നുണ്ട് 50 എന്നാണ്. സോ ഡിവൈഡഡ് ബൈ ZL +50. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് -3ZL -150 ഈക്വൽ ടു 5ZL -250. ദാറ്റ് ഈസ് -3 റൈറ്റ് ഹാൻഡ് സൈഡ് എത്തുമ്പോൾ +3 ആയി. സോ 8ZL ഈക്വൽ ടു -150 + 250 ദാറ്റ് ഈസ് 100. So ZL equal to 50/4 or 25/2 equal to 12.5 ohm ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും ZL റൈറ്റ്. ZL അപ്പോൾ 12.5 ohm ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് 50 ohm. ഇൻപുട്ട് ഇംപെഡൻസ് ഓഫ് ദ ഓപ്പൺ സർക്യൂട്ടഡ് ലൈൻ ഈസ് 100 + j150 ohm. Find the input impedance when the line is short circuited right. So characteristic ഇംപെഡൻസും ഓപ്പൺ സർക്യൂട്ടഡ് ഇംപെഡൻസും തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ ഉണ്ടാകുന്ന ഇംപെഡൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് സ്ക്വയർഡ് ഈക്വൽ ടു ഓപ്പൺ സർക്യൂട്ട് ഇംപെഡൻസ് ഇൻറ്റു ഷോർട്ട് സർക്യൂട്ട് ഇംപെഡൻസ് ആണെന്നറിയാം. ദാറ്റ് മീൻസ് ഷോർട്ട് സർക്യൂട്ടഡ് ഇംപെഡൻസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഓപ്പൺ സർക്യൂട്ടഡ് ഇംപെഡൻസ്. ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് സ്ക്വയർ എന്ന് പറയുന്നത് 50 × 50 is 2500 ഡിവൈഡഡ് ബൈ
100 plus J 150. So ഷോർട്ട് സർക്യൂട്ട് ഇംപിഡൻസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 7.69 മൈനസ് J 11.54 ഓം ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. സോ ഈ ഒറ്റ ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എ 30 വോൾട്ട് ബാറ്ററി വിത്ത് 0 സോഴ്സ് റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ടു എ കോയാക്സിയൽ ലൈൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഈക്വൽ ടു 50 ഓം at t equal to 0 seconds and terminated in an unknown resistive load. The line length is such that it takes 400 microseconds for an electromagnetic wave to travel from source end to load end and vice versa. At t equal to 400 microseconds, the voltage at the load end is found to be 40 volts. Find the load resistance and steady state current through the load resistance. സോ ഒരു ലെന്തിയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫിഗർ വരയ്ക്കുമ്പോൾ ആ കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 30 വോൾട്ട് ബാറ്ററി വിത്ത് 0 സോഴ്സ് റെസിസ്റ്റൻസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 വോൾട്ട് ബാറ്ററി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ മാർക്ക് ചെയ്തു. അത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ കണക്റ്റഡ് ആണ്, ടു എ കോയാക്സിയൽ ലൈനാണ്. അത് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 50 ഓം ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്. സോ ആ ലൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് 50 ഓം ആണ്. സോ Z0 ഈക്വൽ ടു 50 ഓം. എന്നിട്ട് ആ ലൈൻ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു അൺനോൺ ലോഡ് റെസിസ്റ്റൻസ് ആണ്. ആ ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ളൊരു പാരാമീറ്ററാണ്. ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ സമയം ഇത് പറയുന്ന 0 സെക്കൻഡ്സ് ആണ്. T ഈക്വൽ ടു 400 മൈക്രോ സെക്കൻഡ്സിലാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സോഴ്സ് എൻഡിൽ നിന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവിങ് എൻഡിൽ എത്തുന്നതായിട്ട് പറയുന്നുണ്ട്. സിമിലർലി തിരിച്ച് ലോഡ് എൻഡിൽ നിന്ന് തിരിച്ച് സോഴ്സ് എൻഡിൽ പോകാനാണെങ്കിലും ഇതേ സമയം തന്നെ എടുക്കുന്നതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിമിലർലി ഈ 400 മൈക്രോ സെക്കൻഡ് ആയപ്പം ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പം ലോഡിൽ വന്നിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 40 വോൾട്ടായിട്ടും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ലോഡ് റെസിസ്റ്റൻസും സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടുമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. സോ ഇതിൽ ലോഡ് റെസിസ്റ്റൻസ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പം ഇവിടെ കറസ്പോണ്ടിങ്ങിൽ ഇൻസിഡൻറ്റ് വോൾട്ടേജ് ആണ് ഈ തന്നിരിക്കുന്നത്. ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്താണ് ഇൻസിഡൻറ്റ് വോൾട്ടേജ്. സിമിലർലി റിസീവർ സൈഡിൽ അതായത് ലോഡ് എൻഡിൽ ഒരു 40 വോൾട്ട് ജനറേറ്റ് ചെയ്തതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ആ 40 വോൾട്ട് എന്ന് പറയുന്നത് 30 വോൾട്ട് കൊടുത്തിട്ട് 40 വോൾട്ട് ഇവിടെ ജനറേറ്റ് ചെയ്തതായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. സോ ആ 40 വോൾട്ട് ഞാൻ ടോട്ടൽ വോൾട്ടായിട്ട് മാർക്ക് ചെയ്യണം. അപ്പം അത് റിഫ്ലക്റ്റഡ് വോൾട്ടേജും കാണും, സിമിലർലി അപ്ലൈ ചെയ്ത ഇൻസിഡൻറ്റ് വോൾട്ടേജും കാണും. റൈറ്റ്. അപ്പം 40 ഈക്വൽ ടു VR പ്ലസ് V ഇൻസിഡൻറ്റ്. റൈറ്റ്. അതിൽ നിന്ന് റിഫ്ലക്റ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 10 വോൾട്ടായിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. കാരണം V ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് 30 വോൾട്ടാണ്. റൈറ്റ്. 40 - 30 ഈക്വൽ ടു 10 വോൾട്ടായിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ റിഫ്ലക്റ്റഡ് വോൾട്ടേജും ഇൻസിഡൻറ്റ് വോൾട്ടേജും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്യാം. വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യാം. സോ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ബൈ ഇൻസിഡൻറ്റ് വോൾട്ടേജ് ആണ്. റിഫ്ലക്റ്റഡ് വോൾട്ടേജ് 10 ആണ്, ഇൻസിഡൻറ്റ് വോൾട്ടേജ് 30 ആണ്. ദാറ്റ് ഈസ് 1/3 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അതിനോടൊപ്പം ഇത് പോസിറ്റീവ് 1/3 തന്നെ വരും. കാരണം വേറൊന്നുമല്ല, ലോഡ് സൈഡിൽ ഉണ്ടായിരിക്കുന്ന വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജിൻ്റെക്കാളും കൂടുതലാണ് ഇതാണ്. സോ ഗാമയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ZL - Z0 ബൈ ZL പ്ലസ് Z0 ആണ്. റൈറ്റ്. 1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/3 ഈക്വൽ ടു ലോഡ് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് 50 ആണ്. സോ ZL പ്ലസ് 50. ദാറ്റ് മീൻസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ZL പ്ലസ് 50 ഈക്വൽ ടു 3ZL മൈനസ് 150. സോ അതിൽ നിന്ന് 2ZL ഈക്വൽ ടു 200 ഓർ ZL ഈക്വൽ ടു 100 ഓം ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡ് പോർഷനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ആണ്. റൈറ്റ്. സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ IL ഈക്വൽ ടു VL ബൈ ZL ആണ്. കറണ്ട് എന്ന് വെച്ചാൽ വോൾട്ടേജ് ബൈ ഇംപിഡൻസ് ആണ്. ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജ്, സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇൻസിഡൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് മാത്രമേ ഫൈനലി സസ്റ്റൈനബിൾ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റിൽ വരുന്നുള്ളൂ. സോ വോൾട്ടേജ് ഇസ് 30 ബൈ ലോഡ് ഇംപിഡൻസ് നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു 100. റൈറ്റ്. സോ 3.3 റൈറ്റ് 0.3 ആംസ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഈ ട്യൂട്ടോറിയലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നത് വൺ എൻഡ് ഓഫ് എ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ ഹാവിംഗ് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഈക്വൽ ടു 75 ഓം ആൻഡ് ലെങ്ത് ഓഫ് 1 സെൻറ്റിമീറ്റർ ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് അറ്റ് 3 GHz. ഫൈൻഡ് ദ ഇൻപുട്ട് ഇംപിഡൻസ് അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ.
റൈറ്റ്. സോ ഒരു ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എനിവേ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ലോസ്ലെസ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഈക്വൽ ടു Z0 ഇൻറ്റു ZL പ്ലസ് JZ0 ടാൻ ബീറ്റ എൽ ഡിവൈഡഡ് ബൈ Z0 പ്ലസ് JZL ടാൻ ബീറ്റ എൽ. റൈറ്റ്. ഇവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയുന്നുണ്ട്. ലൈൻ ഷോർട്ട് സർക്യൂട്ടഡ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഷോർട്ട് സർക്യൂട്ട് അപ്ലൈ ചെയ്യുമ്പം Z0 ഇൻറ്റു JZ0 ടാൻ ബീറ്റ എൽ ഡിവൈഡഡ് ബൈ Z0, ദാറ്റ് ഈസ് JZ0 ടാൻ ബീറ്റ എൽ എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ എക്സ്പ്രഷൻ. സോ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ബീറ്റ എൽ ആണ്. ബീറ്റ എന്ന് പറയുന്നത് 2π/λ ആണ്. എൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, 1 സെൻറ്റിമീറ്റർ ആയിട്ട്. സോ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2π/λ. ലാംഡ എന്ന് പറയുന്നത് വെലോസിറ്റി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെന്ത് ആണ്. ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 3 GHz ആയിട്ട്. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ നിന്ന് ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാം. ലാംഡ ഈക്വൽ ടു വെലോസിറ്റി ബൈ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് വെലോസിറ്റി, ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് 3 × 10⁸ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഇവിടെ തരുന്നത് 3 GHz എന്നാണ്. സോ 3 × 10⁹, ദാറ്റ് ഈസ് 10⁻⁻1 മീറ്റർ ഓർ 10 സെൻറ്റിമീറ്റർ. റൈറ്റ്. ലാംഡ നമുക്ക് 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ 2π/λ ഈസ് 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ. റൈറ്റ്, ദാറ്റ് ഈസ് π/5 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. ബീറ്റ എൽ ഈക്വൽ ടു π/5. π/5 എന്ന് പറഞ്ഞാൽ 36 ഡിഗ്രിയാണ്. റൈറ്റ്. സോ ഈ എക്സ്പ്രഷനിൽ ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമുള്ളൂ. Z ഇൻപുട്ട് ഈക്വൽ ടു J ഇൻറ്റു Z0 ക്വസ്റ്റിനിൽ തന്നിരുന്ന 75 എന്നാണ്. 75 ടാൻ 36 ഡിഗ്രി, ദാറ്റ് ഈസ് J 54.49 ഓം ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. J 54.49 ഓം ആയിട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.